Hello friends, Assalamu alaikum. Welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് തലശ്ശേരി വടകര ഭാഗത്തേക്കൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് ഉന്നക്കായ കൊണ്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഉന്നക്കായ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികം പഴുത്ത് പോവാത്ത നേന്ത്രക്കായാണ്. ഇത് ഞാൻ ഇനി കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും. ഇനി വേണമെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. പക്ഷേ അതിൻ്റെയൊക്കെ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് പാകത്തിനാക്കി തന്നെ എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമറിലേക്ക് ഈ പഴമൊക്കെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഉന്നക്കായയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 4 മുട്ടയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയ മുട്ടയാണ് കേട്ടോ, അതുകൊണ്ടാണ് 4 എണ്ണം യൂസ് ചെയ്തത്. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സാധാരണ ഉന്നക്കായൊക്കെ നമ്മൾ തേങ്ങ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിലേക്ക് പായസമായതുകൊണ്ട് തന്നെ മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഉന്നക്കായ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നട്ട്സൊക്കെ നന്നായിട്ട് ഒന്ന് ചുവന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മിക്സ് നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി വേവിച്ചെടുക്കണം. നന്നായിട്ട് ചിക്കി എടുത്ത് വേവിച്ചെടുക്കാം. ഞാൻ ഈ ഫില്ലിങ്ങിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മിക്സിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉന്നക്കായയിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള പഴം പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അത് ചൂടോടുകൂടി തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള നാര് മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. ആ കറുത്ത സീഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു സ്പൂണ് വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. ഒരിക്കലും മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ഇത് അരച്ചെടുക്കരുത്. അപ്പോൾ അങ്ങനെ അരച്ചാൽ ഇത് ഭയങ്കര സോഫ്റ്റായി പോവും. ഇനി ഉടച്ച് വെച്ച പഴം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസാക്കി ഒന്ന് പരത്തിയിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് ഉന്നക്കായാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉന്നക്കായ നമ്മൾ ഫ്രൈ ചെയ്യാതെയാണ് ഈ പായസത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് വേണ്ട എല്ലാ ഉന്നക്കായും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പായസത്തിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് ജീരകശാല അരിയാണ്. ഇത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ്. ഇത് ഞാനൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂട്ടി അരച്ചെടുക്കണം. അതുപോലെ ഒരു തേങ്ങ, ഇതിൻ്റെ 2ാം പാലും 1ാം പാലും എടുക്കണം. ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരി അരച്ചെടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അതുപോലെ തേങ്ങയുടെ 1ാം പാലൊരു 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2ാം പാലൊരു 2.5 കപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2ാം പാലും അതുപോലെ അരച്ച് വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓണാക്കി കഴിഞ്ഞാൽ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം.
ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. അപ്പോൾ ഒരുപാട് തീയിൽ ഇത് വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഈ മിക്സ് ഒന്ന് റെഡിയായി വരുമ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ കൈ വെക്കാതെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഈ മിക്സ് ഇവിടെ നന്നായിട്ട് ഒന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉന്നക്കായ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണമെന്നൊന്നുമില്ല, ഇത് തണുത്ത് കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി വേണ്ടവർക്ക് ചൂടോടുകൂടി കഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഇത് ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ്. അപ്പോൾ പുഡിങ്ങിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു ഐറ്റം കൂടെ നമുക്ക് ഗസ്റ്റുകൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ എല്ലാവരും ഉന്നക്കായൊക്കെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഈ ഒരു രീതിയിൽ മുട്ടയുടെ ഫില്ലിങ് വെച്ചിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു പായസം നിങ്ങൾ എന്തായാലും അടുത്ത പ്രാവശ്യം തയ്യാറാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.